ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് ആ ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ എന്ത് കഥയ്ക്കായാലും ഒരു എന്താ പറയുക, എന്ത് വില്ലനായാലും ഒരു അവസാനം വേണമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ അനാർക്കലിയുടെ വിധി ഇവിടെ ഗോവിന്ദൻ നിശ്ചയിക്കുകയാണ്. ഇനിയുള്ള ഒരാഴ്ച, ആ ആഴ്ചയിൽ നിങ്ങളുടെ വിധി ഞാൻ നിശ്ചയിച്ചിരിക്കും, നിങ്ങളുടെ ആ ഒരു കണക്ക് ഞാൻ തീർത്തിരിക്കുമെന്ന് നമ്മുടെ ഗോവിന്ദ് അനാർക്കലിക്ക് നേരെ നിന്നിട്ട് തന്നെ ആ ഒരു അനാർക്കലിയുടെ കണ്ണിൽ നോക്കി തന്നെ ഭീഷണി മുഴക്കുന്നുണ്ട്. അപ്പൊ അനാർക്കലി ഭയങ്കര പുച്ഛമായിട്ട് ഒന്ന് പോടാ അവിടെ നിന്ന് നല്ല രീതിയിൽ ഭയങ്കര പുച്ഛഭാവമൊക്കെ ആട്ടോ. അതിനുശേഷം നമ്മുടെ രഞ്ജുവും നമ്മുടെ മാർഗഴിയും ഗോവിന്ദും കൂടി കാറിൽ കയറി പോവാട്ടോ. അപ്പൊ നമ്മുടെ രഞ്ജുവിന്റെ വിചാരം ഇത് ഗീതു ആണെന്നാണല്ലോ. രഞ്ജുവിന് അറിയില്ലല്ലോ മാർഗഴി വേറെ ഉണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ. അപ്പോൾ നമ്മുടെ മാർഗഴിയെ പിടിച്ചേറ്റി ഗീതു ആണെന്നും പറഞ്ഞ് നമ്മുടെ കണ്ണേട്ടന്റെ കൂടെ കാറിൽ ഫ്രണ്ടിൽ എടുത്തിയിട്ട് നമ്മുടെ രഞ്ജു ഇവരും കൂടി അറയ്ക്കലേക്ക് പോകാൻ പോവാട്ടോ. അപ്പൊ നമ്മുടെ മാർഗഴി ഇങ്ങനെ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ ബാക്കിൽ നമ്മുടെ ഗീതു ഷൂഷു എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ നൈസായിട്ട് നമ്മുടെ മാർഗഴി എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ ഡിക്കിയിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട് കേട്ടോ, അത് ഞാനൊന്ന് കളഞ്ഞേക്കട്ടെ എന്നും പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഗീതുവിനെ നൈസായിട്ട് തട്ടി ഡിക്കിലോട്ട് കയറ്റുന്നുണ്ടേ. അതിനുശേഷം ഒരു അറയ്ക്കൽ വന്ന് ഇറങ്ങുകയാട്ടോ. നമ്മുടെ മാർഗഴിയും ഗീതുവും ഗോവിന്ദും വന്ന് അറയ്ക്കൽ വന്ന് ഇറങ്ങിയാണേ. അപ്പം നമ്മുടെ അയ്യപ്പേട്ടൻ വരുന്നു. അയ്യപ്പേട്ടൻ നോക്കുമ്പോഴേ ഇതെന്താ രണ്ട് ഗീതുവാ എന്നിങ്ങനെ നിൽക്കും, ആകെപ്പാടിങ്ങനെ അമ്പരന്ന് നിൽക്കുവാട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മാർഗഴി അവിടെ നിന്ന് സ്റ്റാൻഡ് വിടുന്നുണ്ട് കേട്ടോ. പക്ഷെ അയ്യപ്പേട്ടൻ വേഗം തന്നെ ഓടി വന്നിട്ട് ഇവിടെ വേറൊരു ഗീതു മോൾ ഉണ്ടായിരുന്നല്ലോ ഗോവിന്ദേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പത്തേക്കും നമ്മുടെ ഗോവിന്ദേട്ടൻ പറയുന്നുണ്ടേ, ഇല്ലല്ലോ അയ്യപ്പേട്ട, ഗീതു അല്ലേ ഈ നിൽക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു പൊട്ടങ്ങൾ നടക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.